Good morning, all. Today we are discuss about the topic prospectus. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് വരെയായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പ്രോസ്പെക്ടസ്. നമ്മൾ ഫസ്റ്റ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. The promoters of a public company will have to take steps to raise the necessary capital for the company after having obtained the certificate of incorporation. A public company may invite the public to subscribe its shares or debentures. Prospectus are to be issued for this purpose. To issue a prospectus is very essential for a public company. If the promoters of the company are confident of raising the required capital privately from their friend or relatives, they need not issue a prospectus. In such a case, a statement in lieu of prospectus must be filed with the registrar. അതായത് പ്രോസ്പെക്ടസ് എന്താന്ന് പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് ആദ്യം മെമ്മറാണ്ടത്തിനൊക്കെ ശേഷം അവരെന്ത് ചെയ്യും, ഇൻകോർപ്പറേഷൻ കിട്ടിയതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയതിന് ശേഷം അവർ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അവർ ഇൻവൈറ്റ് ചെയ്യണം. പബ്ലിക്കിന് ഷെയർസ് ഡിബഞ്ചേഴ്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസ് ഉപയോഗിക്കുന്നത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറും ഡിബഞ്ചറൊക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് ഇങ്ങനെ കോൺഫിഡൻ്റ് ആണ്, അവർക്ക് ക്യാപിറ്റൽ പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ അവർക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ല്യൂ ഓഫ് പ്രോസ്പെക്ടസ് ആണ് രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറയുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഓഫ് ദി കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയതിന് ശേഷം അവർ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഷെയർസ്, മൊത്തം ക്യാപിറ്റൽ അവർ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും, ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യും. അപ്പോൾ പബ്ലിക് ആ ഷെയർ ക്യാഷ് കൊടുത്ത് വാങ്ങും. അങ്ങനെയാണ് കമ്പനി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന ഇൻവിറ്റേഷൻ, പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുക്കുന്ന ഇൻവിറ്റേഷനാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇൻ സിമ്പിൾ വേർഡ്സ്, എ പ്രോസ്പെക്ടസ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു എ കമ്പനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് കമ്പനിയിലെ ഷെയർസും ഡിബഞ്ചേഴ്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷൻ. അവർ ക്ഷണിക്കുകയാണ്, ഇങ്ങനെ കമ്പനിയിൽ ഷെയർ ഉണ്ട്, അപ്പോൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും. The word prospectus means a document which invites deposit from the public or invites offers from the public to buy shares or debentures of the company. അതായത് പ്രോസ്പെക്ടസ് എന്നുള്ള വേർഡ് പറയുകയാണെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർസും ഡിബഞ്ചറൊക്കെ വാങ്ങുമ്പോൾ അവർ കയ്യിൽ നിന്ന് എന്താണ്, അവർക്കൊരു ഇൻവിറ്റേഷൻ കൊടുക്കുക. അവർക്ക് ഷെയർസും ഡിബഞ്ചറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഒബ്ജക്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനി പുതുതായിട്ട് ഫോം ചെയ്തു എന്ന് അവർ അറിയിക്കാൻ വേണ്ടിയിട്ട്, ടു ബ്രിങ് ടു ദി നോട്ടീസ് ഓഫ് ദി പബ്ലിക് ദാറ്റ് എ ന്യൂ കമ്പനി ഹാസ് ബീൻ ഫോംഡ്. അതായത് ഇവർക്ക് ഇങ്ങനെ ഇൻവിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും പുതിയ കമ്പനി ഫോം ചെയ്തിരുന്നു എന്നുള്ളത് പബ്ലിക്കിന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടു പ്രിസർവ് ആൻ ഔതൻറ്റിക് റെക്കോർഡ് ഓഫ് ദി ടേംസ് ഓഫ് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ ടേംസൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഡോക്യുമെൻറ്റും കൂടിയാണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓൺ വിച്ച് ദി പബ്ലിക് ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ബട്ട് ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ഷെയർസും ഡിബഞ്ചേഴ്സൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുക. അപ്പോൾ ഈ ടേംസ് ഓഫ് അലോട്ട്മെൻ്റ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ the secure that the directors of the company accept responsibility of the statement in the prospectus. അതായത് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയാണ് ഈ പ്രോസ്പെക്ടസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്, അപ്പോൾ അതിനൊക്കെ അവർ സെക്യൂർ ചെയ്യാനും കൂടിയാണ്, ക്യാപിറ്റൽ റേസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് റൂൾസ് റിഗാർഡിങ് ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അതായത് നമ്മളിങ്ങനെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നോക്കണം. എന്തൊക്കെയാണ് ആ റൂൾസ് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുകയാണെങ്കിൽ എ കോപ്പി ഓഫ് ദി പ്രോസ്പെക്ടസ് മസ്റ്റ് ബി സൈൻഡ് ബൈ എവറി ഡയറക്ടർ ഓർ പ്രൊപ്പോസ്ഡ് ഡയറക്ടർ ഓർ ഹിസ് ഓതറൈസ്ഡ് അറ്റേർണി ആൻഡ് ഫൈൽഡ് വിത്ത് ദി രജിസ്ട്രാർ ഫോർ രജിസ്ട്രേഷൻ ബിഫോർ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക്. അതായത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പിയിൽ എല്ലാ ഡയറക്ടറും അതുപോലെ പ്രൊപ്പോസ്ഡ് ഡയറക്ടറും ഓതറൈസ്ഡ് അറ്റേർണിയും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്ട്രാർക്ക് മുന്നേ ഇത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇവരെന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുകയാണെങ്കിൽ. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ടറും പ്രൊപ്പോസ്ഡ് ഡയറക്ടറും ഓതറൈസ്ഡ് അറ്റേർണിയും സൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് മുന്നേ രജിസ്ട്രേഷൻ്റെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫയൽ ചെയ്ത് വെക്കുക. ഇത് സെക്ഷൻ 26 പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുകയാണെങ്കിൽ അതിനു മുന്നേ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ്റെ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ മസ്റ്റ് ബി ഇഷ്യൂഡ് വിത്തിൻ 90 days ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ്റെ 90 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. ഈ രണ്ടാമത്തെ റൂൾ എന്ന് പറയുകയാണെങ്കിൽ ദ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ മസ്റ്റ് ബി അക്കമ്പൈൻഡ് ബൈ ദി ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. അതായത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടി ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ കാര്യത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസെൻറ്റ് ഓഫ് ദി എക്സ്പേർട്ട്. ഇഫ് ഹിസ് റിപ്പോർട്ട് ഈസ് ടു ബി പബ്ലിഷ്ഡ് ഇൻ ദി പ്രോസ്പെക്ടസ്. അതായത് എക്സ്പേർട്ടിൻ്റെ സമ്മതം, ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള സമ്മതം അത് റിപ്പോർട്ടായിട്ട് പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ പറയുന്നത് കോപ്പി ഓഫ് ദി കോൺട്രാക്റ്റ് റിലേറ്റിംഗ് ടു ദി അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് മാനേജീരിയൽ പേഴ്സണൽ. അതായത് മാനേജീരിയൽ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ അവരുടെ അപ്പോയിൻമെൻറ്റിനും റെമ്യൂണറേഷനും കുറിച്ചിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കോപ്പി ഓഫ് മെറ്റീരിയൽ കോൺട്രാക്റ്റ്. അതായത് മെറ്റീരിയൽ കോൺട്രാക്റ്റിൻ്റെ ഒരു കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുക കോപ്പി ഓഫ് എവരി മെറ്റീരിയൽ എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു ദി അഡ്ജസ്റ്റ്മെൻറ്റ്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ അക്കൗണ്ടൻസോ അവരുടെ റിപ്പോർട്ട്സിൽ ഈ പ്രോസ്പെക്ടസിൻ്റെ ഡേറ്റിന് മുന്നേ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ കാണിക്കണം. പിന്നെ പറയുന്നതാണ് റിട്ടേൺ കൺസെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്, ലീഗൽ അഡ്വൈസർ, അറ്റേർണി, സോളിസിറ്റർ, ബാങ്കർ ഓർ ബ്രോക്കേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ ഓഡിറ്റർ, ലീഗൽ അഡ്വൈസർ, അറ്റേർണി, സോളിസിറ്റർ, അതുപോലെ ബാങ്കറും ബ്രോക്കേഴ്സും ഒക്കെ അവരുടെയൊക്കെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു സമ്മതം പത്രം ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. മൂന്നാമത്തെ വരുന്ന ഡോക്യുമെൻ്റാണ് ഡേറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. A prospectus issued by or on behalf of the company or in relation to an intended company shall be dated, and the date shall, unless the contrary is proved, be taken as the date of publication of the prospectus. അതായത് പ്രോസ്പെക്ടസ് എന്നാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഡേറ്റും ഇതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് കോപ്പി ഓഫ് ദി പ്രോസ്പെക്ടസ് മസ്റ്റ് accompany every form of application issued to the public for subscribing to shares or debentures of the company. അതായത് കമ്പനിയിലെ പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി അപ്ലിക്കേഷൻ ഇഷ്യൂഡ് ടു ദി പബ്ലിക്കിന് കൊടുക്കുന്ന എവരി ഫോം ഓഫ് അപ്ലിക്കേഷൻ, അവർക്ക് കൊടുക്കുന്ന എല്ലാ ഫോമിലും ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അവർ ഷെയറും ഡിബഞ്ചറൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി അവർ തരുന്ന അപ്ലിക്കേഷൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെനാൽറ്റി ഫോർ നോൺ രജിസ്ട്രേഷൻ. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ രജിസ്റ്റർ ചെയ്യാണ്ടാണ് ഏതെങ്കിലും ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി പേ ചെയ്യണം. അവരെന്ത് ഫൈനിന് പണിഷബിൾ ആയിരിക്കും. അത് 50,000 rupees കുറയാണ്ടുള്ള ഫൈന് ഈ ഒരു പെനാൽറ്റി ഫോർ നോൺ രജിസ്ട്രേഷന് പേ ചെയ്യണം. അപ്പോൾ ഇത്രയും റൂൾസാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ടറും പ്രൊപ്പോസ്ഡ് ഡയറക്ടർ ഓതറൈസ്ഡ് അറ്റേർണി സൈൻ ചെയ്തിട്ട് രജിസ്ട്രാർക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ ഫയൽ ചെയ്യണം. രണ്ടാമത്തെ ഈ ഒരു ഇത്രയും ആയിട്ടുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണം. പിന്നെ പ്രോസ്പെക്ടസിൻ്റെ ഡേറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ എല്ലാ ഫോം ഓഫ് അപ്ലിക്കേഷൻ പബ്ലിക് ഷെയർ വാങ്ങിയിട്ടുള്ള എല്ലാ അപ്ലിക്കേഷനിലും പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അതുപോലെ
നോൺ രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് അതിനുള്ള പെനാൽറ്റിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൻ്റെ ഒരു ടൈപ്പിൽ വരുന്നതാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. Deemed prospectus has mentioned under Companies Act 2013 section 25(1). അതായത് 25(1) ഡീംഡ് പ്രോസ്പെക്ടസിനെ കുറിച്ചിട്ട് പറയുന്നത്. When a company allows or agrees to allot any securities of the company, the document is considered as the prospectus via which the offer is made to investors. Any document which offers the sale of securities to public is deemed to be prospectus by implication of law. ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഒരു കമ്പനി അലോ ചെയ്യുകയാണ് അല്ലെങ്കിൽ എഗ്രി ചെയ്യുകയാണ്, ആ കമ്പനിയിലെ സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുക എന്നുള്ളത് എഗ്രി ചെയ്യുകയാണ്. അങ്ങനെ എഗ്രി ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സും പ്രോസ്പെക്ടസ് ആയി കണക്കാക്കാം. അതിനെയാണ് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് പബ്ലിക്കിന് സെയിൽ ചെയ്യാണ്, ഓഫർ ചെയ്യാണ്, സെയിൽ ഓഫ് സെക്യൂരിറ്റി ടു ദി പബ്ലിക്കിന് സെക്യൂരിറ്റി സെയിൽ ചെയ്യുക എന്നുള്ളത് ഓഫർ ചെയ്യാണ് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ്. ആ ഡോക്യുമെൻ്റ് നമുക്ക് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കാം. അതായത് ഒറിജിനൽ പ്രോസ്പെക്ടസ് അല്ല, പബ്ലിക്കിന് ഇൻവൈറ്റ് ചെയ്യുന്ന ഏതൊരു ഡോക്യുമെൻറ്റും ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഷെൽഫ് എന്ന് പറയുകയാണെങ്കിൽ ലൈഫ് എന്നാണ് അർത്ഥം. അപ്പോൾ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുകയാണെങ്കിൽ എ കമ്പനി ക്യാൻ ഇഷ്യൂ മോർ ദാൻ വൺ ഇഷ്യൂ ഫ്രം ദി സിംഗിൾ ഡോക്യുമെൻറ്റ് വിച്ച് വി കോൾ ഷെൽഫ് പ്രോസ്പെക്ടസ്. അതായത് ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ഇഷ്യൂ നടത്തുന്നതിനെയാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 1 ഇയറിനുള്ളിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസ്. അപ്പോൾ ഷെയർസ് പബ്ലിക്കിന് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫർദർ ആയിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാണ്ട് തന്നെ 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ സെയിം പ്രോസ്പെക്ടസ് തന്നെ ഇഷ്യൂ ചെയ്യുക, 1 or 2 times ഈ ഒരു സെയിം പ്രോസ്പെക്ടസ് തന്നെ ഇഷ്യൂ ചെയ്യുക. അങ്ങനത്തെ പ്രോസ്പെക്ടസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. സെക്ഷൻ 32 റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പറയുന്നത്. റെഡ് ഹെറിംഗ് prospectus refers to the preliminary prospectus which is filed by the companies with securities exchange, generally with respect to the initial public offering by the company, that contains the information of the operation of the company but does not include details of the price at which the securities are issued and their numbers. അതായത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുകയാണെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റീസിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റി ഉൾപ്പെടാത്ത പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് ഏത് സെക്യൂരിറ്റീസ് ആണോ ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒന്നും കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് അബ്രിഡ്ജ് പ്രോസ്പെക്ടസ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2(1) ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അതാണ് ഈ ഒരു അബ്രിഡ്ജ് പ്രോസ്പെക്ടസിൽ പറയുന്നത്. അതായത് ഇതൊരു മെമ്മറാൻഡം ആണ്. അതായത് മെമ്മറാൻഡത്തിൻ്റെ പോലെയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് മീൻസ് എ മെമ്മറാൻഡം കണ്ടെയ്നിങ് സച്ച് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് എ പ്രോസ്പെക്ടസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ബൈ മേക്കിംഗ് റെഗുലേഷൻ ഇൻ ദിസ് ബിഹാഫ്. അതായത് പ്രോസ്പെക്ടസിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു അബ്രിഡ്ജ് പ്രോസ്പെക്ടസിന് ഉണ്ടായിരിക്കും. ഇവിടെ സെബി നിർദ്ദേശിച്ചിട്ടുള്ള ചില റെഗുലേഷൻസ് അനുസരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസിൻ്റെ എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ ഇതൊരു മെമ്മറാൻഡം പോലെയാണ്. സെബി നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്. where a company does not invite public to subscribe for its shares but arrange money from private sources, it needs not issue the prospectus to the public, but the company has to get its prospectus registered 3 days before the allotment of shares. Thus, the company not inviting public to subscribe prepare a draft prospectus which contains the information given in Schedule 3 of the Act. Such a draft prospectus is known as statement in lieu of prospectus. അതായത് ഒരു പബ്ലിക് കമ്പനി പബ്ലിക്കിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ
ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, പ്രോസ്പെക്ടസ് വഴി അവർ ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കേസിൽ പബ്ലിക് കമ്പനിക്ക് അവരുടെ പ്രൈവറ്റ് സോഴ്സിൽ നിന്ന് തന്നെ അവർക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ അവർക്കുള്ള ഇൻവിറ്റേഷൻ ഉണ്ടാവില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പ്രോസ്പെക്ടസിലുള്ള പോലെ ഉണ്ടായിരിക്കും. ഇതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്.